യേശുവിനെ കാണിക്കാമെന്ന് പറഞ്ഞ് 400-ലധികം വരുന്ന അനുയായികളെ പട്ടിണിക്കിട്ട് കൊന്ന കേസിൽ കെനിയയിലെ സ്വയം പ്രഖ്യാപിത പാസ്റ്റർക്കെതിരെ തീവ്രവാദ കുറ്റം ചുമത്തി വിചാരണ തുടങ്ങിയിരിക്കുകയാണ്. കെനിയൻ പാസ്റ്ററായ പോൾ എന്തൻഗെ മെക്കൻസിയാണ് വിചാരണ നേരിടുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തുറമുഖ നഗരമായ മൊംബസയിലെ കോടതിയിൽ 94 കൂട്ടുപ്രതികൾക്കൊപ്പമാണ് പോൾ എന്തൻഗെ മക്കൻസി ഹാജരായത്. കഴിഞ്ഞ വർഷം ഏപ്രിലിലാണ് മതപ്രഭാഷകനും പ്രാർത്ഥനാ സംഘത്തിന്റെ നേതാവുമായ മക്കൻസി അറസ്റ്റിലാകുന്നത്. ക്രിസ്തുവിനെ കാണിക്കാമെന്ന് പറഞ്ഞ് തന്റെ അനുയായികളെ കെനിയയിലെ മിലിൻഡി നഗരത്തോട് ചേർന്ന വനമേഖലയിൽ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. വനമേഖലയിൽ നിന്നും 400ഓളം പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു. ഷാക്കഹോല കൂട്ടക്കൊല എന്ന പേരിലാണ് ഈ സംഭവം അറിയപ്പെടുന്നത്. കൂടുതൽ പേരും പട്ടിണി കിടന്നാണ് മരിച്ചതെങ്കിലും കുട്ടികളടക്കമുള്ള ചിലർ കഴുത്ത് ഞെരിച്ചും ശ്വാസം മുട്ടിയും മർദ്ദനമേറ്റും മരിച്ചതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. ചിലരുടെ അവയവങ്ങൾ നീക്കം ചെയ്തതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ലോകത്തെ ഞെട്ടിച്ച ക്രൂര സംഭവത്തിൽ പ്രതികൾക്കെതിരെ തീവ്രവാദ പ്രവൃത്തി, കൊലപാതകം, നരഹത്യ, തട്ടിക്കൊണ്ടുപോകൽ, കുട്ടികളെ പീഡിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളും ചുമത്തിയിട്ടുണ്ട്. ജനുവരിയിൽ നടന്ന ഹിയറിംഗിൽ അദ്ദേഹവും കൂട്ടുപ്രതികളും തീവ്രവാദ കുറ്റം നിഷേധിച്ചിരുന്നു. ടാക്സി ഡ്രൈവറായിരുന്ന മെക്കൻസി ഗുഡ് ന്യൂസ് ഇന്റർനാഷണൽ ചർച്ച് അഥവാ ഷാക്കഹോല കൾട്ട് എന്ന പേരിലായിരുന്നു മതപ്രസ്ഥാനം ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 14-ന് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കൂട്ടക്കുഴിമാടങ്ങൾ കണ്ടെത്തുന്നത്. വനത്തിനുള്ളിൽ വിചിത്ര പ്രാർത്ഥനയും ആചാരവും നടക്കുന്നതായി സൂചന ലഭിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയപ്പോഴാണ് ഞെട്ടിക്കുന്ന സംഭവത്തെക്കുറിച്ച് അറിയാനായത്. ഏപ്രിൽ മധ്യത്തിലായിരുന്നു ഇത്. വ്രതാനുഷ്ഠാനമെന്ന് പറഞ്ഞ് പങ്കെടുത്ത 15 പേരെ അന്ന് കണ്ടെത്തിയെങ്കിലും 11 പേർക്ക് മാത്രമാണ് ജീവനുണ്ടായിരുന്നത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്നാണ് പോലീസ് വ്യാപക പരിശോധന നടത്തിയതും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതും. വനത്തിൽ പോയി പട്ടിണി കിടന്ന് മരിച്ചാൽ ലോകാവസാനത്തിന് മുമ്പ് തന്നെ യേശുവിനെ കാണാമെന്ന പോൾ മക്കൻസിയുടെ വാക്ക് കേട്ടുപോയ വിശ്വാസികളായിരുന്നു എല്ലാവരും. കെനിയയിലെ കിലിഫി കൗണ്ടിയിലെ മിലിൻഡിക്കടുത്തുള്ള 800 ഏക്കർ വരുന്ന ഷാക്കഹോല വനത്തിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കണ്ടെത്തിയ 110 മൃതദേഹങ്ങളിൽ പകുതിയിലേറെയും കുട്ടികളുടേതാണ്. കൂടുതൽ വേഗത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കാനും യേശുവിനെ കാണാനുമായി പട്ടിണി കിടക്കണം എന്നതായിരുന്നു ഇയാളുടെ ആഹ്വാനം. പാസ്റ്ററുടെ വാക്കുകേട്ട് ദിവസങ്ങളോളം ഇവിടുത്തെ വിശ്വാസികൾ വനത്തിൽ ഭക്ഷണപാനീയങ്ങൾ ത്യജിച്ച് താമസിക്കുകയായിരുന്നു. നേരത്തെ തന്റെ അനുയായികളായ ദമ്പതികളുടെ 2 കുട്ടികളുടെ മരണത്തിൽ കുറ്റാരോപിതനായ പാസ്റ്റർ പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുകയായിരുന്നു. അന്വേഷണത്തിൽ പോലീസ് അലംഭാവം കാണിക്കുന്നുവെന്ന് ആരോപിച്ച് കെനിയൻ ആഭ്യന്തരമന്ത്രി തന്നെ രംഗത്തെത്തിയിരുന്നു.